ഹായ് ഹലോ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പായസം ഉണ്ടാക്കിയാലോ. ഞാൻ നോക്കിയപ്പം കുറച്ച് അരി ഇരിപ്പുണ്ട്, അത് തികയത്തില്ല. എന്നാ പിന്നെ അതിന്റെ കൂട്ടത്തില് കുറച്ച് നുറുക്ക് ഗോതമ്പും കൂടി ഇട്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്ന് ഞാൻ പറഞ്ഞതുപോലെ പൊടിയരി വേണം, നെല്ലുകുത്തി അരിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്, അതിവിടെ കിട്ടാനില്ല. പിന്നെ നുറുക്ക് ഗോതമ്പ് വേണം, ചവ്വരി വേണം, ശർക്കര വേണം, ഏലക്കായുടെ പൊടി വേണം. ഞാൻ ശർക്കര 2 ദിവസം മുമ്പേ ഇച്ചിരി സാധനം ഉണ്ടാക്കിയതിന്റെ ബാലൻസ് ആണ്, ആ പാനിയാക്കി വെച്ചതുകൂടെ ഉണ്ട്. അതിനനുസരിച്ചാണ് ഞാനിവിടെ ശർക്കര എടുത്തേക്കുന്നത്. പിന്നെ ഞാനിത് തേങ്ങാപ്പാലിലല്ല ഉണ്ടാക്കുന്നത്, ഇച്ചിരി ഫ്രഷ് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത്. മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാൽ ഒരു നുള്ളു ഉപ്പിടുന്നത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം ഈ അരിയും നുറുക്ക് ഗോതമ്പും ചവ്വരിയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ ഈ 3 ഐറ്റംസും വേറെ വേറെ ഇട്ട് കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പണി എളുപ്പമാകും. ആ സമയത്ത് ഈ ശർക്കരയും കൂടെ ഞാനൊന്ന് പാനിയാക്കും. ഞാൻ അങ്ങനെ അരി വേവിച്ചോണ്ട് വന്നു, അതേപോലെ ആ ചവ്വരി വേവിച്ചു, അതേപോലെ നുറുക്ക് ഗോതമ്പും വേവിച്ചു, ശർക്കര പാനിയാക്കിക്കൊണ്ട് വന്നു. പിന്നെ ഞാൻ ഇതിന്റെ അകത്തില് 2 സാധനങ്ങളൂടെ ഇടുന്നുണ്ട്. നെയ്യ് വേണം, അതുപോലെ ഞാൻ ഇതിന്റെ അതിൽ കാഷ്യൂനട്ടോ കിസ്മിസോ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് തേങ്ങാക്കൊത്താണ് വറുത്തിടുന്നത്. ഇനി നമുക്ക് ഇത് ഉണ്ടാകും. അതേപോലെ പാലും കാച്ചിട്ടുണ്ട്. നല്ലൊരു പാത്രം വെച്ചു, ഇച്ചിരി ഹൈറ്റ് ഉള്ള പാത്രം വെച്ച കാരണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കും. അപ്പൊ നമ്മുടെ കയ്യിലൊന്നും വീഴാതിരിക്കുമ്പോൾ നല്ലതാണ്. ഇതാണ്ട് ഒരു കുറച്ച് നെയ്യ് ഇതിന്റെ അകത്തിലോട്ട് ഇടാൻ പോണേ. നമ്മള് നെയ്ക്കകത്തിൽ ഈ വേവിച്ച് വെച്ച അരിയും നുറുക്ക് ഗോതമ്പും എല്ലാം കൂടെ ചൂടാക്കും. ഞാന് തീ ഒന്ന് കുറച്ചിട്ടേക്കോണേ. അതിന്റെ അകത്തിലോട്ട് നുറുക്ക് ഗോതമ്പ് വേവിച്ചിറങ്ങിയിടുക. എന്തിനാ തീ കുറച്ചെന്നറിയാമോ? അല്ലെങ്കിൽ ഇത് വെള്ളത്തോടു കൂടിയല്ലയോ വേവിച്ചത്, അതപ്പം അങ്ങോട്ട് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എല്ലാം അത് നമ്മുടെ കയ്യിലൊക്കെ വീഴും. അതുകൊണ്ടാണ് ഒന്ന് തീ കുറച്ചത്. ജസ്റ്റ് ഒന്നൊന്ന് ഇളക്കുന്നു. സെയിം അപ്പം തന്നെ അതിൻ്റെ അകത്തിലോട്ട് ആ വേവിച്ച് വെച്ച അരി, നമ്മുടെ പൊടിയരി, ഉപ്പൊന്നും ഇടാതാണ് വേവിച്ചത്. ഇച്ചിരി വെള്ളം ഒഴിച്ച് മാത്രം വേവിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കാം. അപ്പോൾ അരിക്കകത്തിലോട്ടൊക്കെ പഞ്ചസാരയുടെ ആ ഒരു മധുരം ഇച്ചിരി കിട്ടും. അതിനുശേഷം നന്നായിട്ട് അതങ്ങ് ആ നെയ്ക്കകത്തിലങ്ങ് ഇട്ട് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ പായസമൊക്കെ കുടിക്കുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ഉള്ളത് നല്ലതാണ്. അല്ലാതെ നമ്മൾ നോക്കിക്കേ, നമ്മൾ ആ ഇട്ട സാധനം എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. ചെറിയതായിട്ട് തീ കൂട്ടണേ. അപ്പോൾ വളരെ പെട്ടെന്നാണല്ലോ ഉണ്ടാക്കി. ഇതെല്ലാം വെന്ത് കിടക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ചവ്വരിക്ക് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ചവ്വരി ഇച്ചിരി നേരത്തെ വേവിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിലിട്ട് അങ്ങ് വേവിച്ചാലും മതിയെ. ശരിക്കും നാട്ടിലൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശർക്കരക്കകത്തിലിട്ട് വഴട്ടിയിട്ടാണ്, ഇതെല്ലാം ശർക്കരക്കകത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം എടുക്കും, നമ്മുടെ ഗ്യാസ് എല്ലാം വരും. അതൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ, തീയടുപ്പയിലൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അത് നല്ലതാണ്. ഇതാകുമ്പോൾ നമുക്ക് ഗ്യാസേലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് നെയ്ക്കകത്തി കിടന്നൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിന് ശേഷം ഞാൻ ഇച്ചിരി വെള്ളം ആദ്യം എടുത്ത് വെച്ചില്ലേ, അത് ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തിലോട്ട് ആ ശർക്കരയങ്ങ് ഒഴിക്കുവാണ്. പാനിയാക്കി വെച്ച ശർക്കരയും ഒഴിക്കുവാണേ. എന്നാൽ ഞാൻ ആ ശർക്കരയെല്ലാം ഒഴിച്ച് ഒരു 5 മിനിറ്റ്. കാരണം നമ്മളിത് ശർക്കര ഒഴിക്കാതല്ലേ ഇതെല്ലാം വേവിച്ചത്. ആ നുറുക്ക് ഗോതമ്പിൻ്റെ അകത്തിലോട്ടും ആ അരിക്കകത്തിലോട്ടും ഒക്കെ മധുരം നന്നായിട്ട് അങ്ങോട്ട് കയറട്ടെ. അതിന് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ ഇളക്കണേ. ചെറിയ പാത്രമായിരുന്നെങ്കിൽ തെറിച്ച് നമ്മുടെ കയ്യിലൊക്കെ തെറിച്ച് വീണേനെ മരുന്നു. ഇച്ചിരി കുഴിയുള്ള പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഞാൻ ചെറിയ തീയിലിട്ടൊരു 5 മിനിറ്റായി ഇളക്കാൻ തുടങ്ങിയിട്ട്. കണ്ടോ, മുമ്പേ ആ കണ്ട അരിയുടെ കളറാണോ? നല്ല കളറായില്ലേ? അതിൻ്റെ അകത്തിലോട്ട് ആ ചവ്വരി വേവിച്ച് വെച്ചതും കൂടെ അങ്ങ് ഒഴിക്കാൻ പോകണേ. ആ നുറുക്ക് ഗോതമ്പ് വേവിച്ച വെള്ളം ഒരിച്ചിരി ഉണ്ടായിരുന്നു, ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിട്ടാണ് ആ നുറുക്ക് ഗോതമ്പ് മാത്രമായിട്ടാണ് ഇട്ടത്. അതിൻ്റെ അകത്തിലോട്ട് ആ വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു. പിന്നെ ഒരിച്ചിരി ഇതുണ്ട്, ഞാൻ 1 കപ്പ് വെള്ളം, ചൂടുവെള്ളം. ഇനി ഇത് ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തിൽ ചൂടുവെള്ളമേ ഒഴിക്കാതെ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടായിക്കും. ഒരു 5 മിനിറ്റായി ഞാനിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. വീണ്ടും ഒരു 5 മിനിറ്റ് ഒഴിക്കും. ഞാൻ ആ എടുത്തു വെച്ച തിളപ്പിച്ച പാല് അതുകൂടെ അതിൻ്റെ അകത്തിലോട്ട് ഒഴിക്കാൻ പോകും. ആ പാല് ഇതിൻ്റെ അകത്തിൽ പാട കെട്ടി ഇതങ്ങ് മാറ്റി വെച്ചാൽ, ആ പാൽപ്പാട മാത്രമായിട്ട് ഇങ്ങനെ എടുത്താൽ നമുക്കത് പിന്നെ നെയ്യ് ഉണ്ടാക്കുമ്പോഴേ നമുക്കത് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തിലോട്ട് തീ കുറച്ചിട്ടതിന് ശേഷം അതിൻ്റെ അകത്തിലോട്ട് ആ ഫ്രഷ് മിൽക്ക് അങ്ങ് ഒഴിക്കാൻ പോകും. ആവശ്യത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് പാലൊഴിച്ചാൽ മതിയേ. ബാക്കി വരുന്ന പാല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ ഒഴിക്കാം. ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട്, ഇതിപ്പോൾ ചൂടുണ്ട്, മധുരം നോക്കിയിട്ട് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച്. ഇത് തിളപ്പിച്ച പാലാണേ, കാച്ചി വെച്ച പാലാണ്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ നമ്മളൊരു പായസം തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ അകത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങാക്കൊത്തില്ലേ, എണ്ണയ്ക്കകത്തിൽ വെച്ചുകൊണ്ട് വന്നു അതുകൂടെ അങ്ങ് അതിൻ്റെ അകത്തിലോട്ടങ്ങ് ഇടാൻ പോവാണ്.
എന്ത് എളുപ്പമാണ് നമ്മളൊരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മൾ ട്രഡീഷണലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പോയാൽ തേങ്ങ തിരുമ്മണം, അതിൻ്റെ പാലെടുക്കണം, ഒന്നാം പാലെടുക്കണം, രണ്ടാം പാലെടുക്കണം. വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമുക്ക് ഈ പായസം ഉണ്ടാക്കി കുടിക്കാം. പലരും പലരെയും കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ അകത്തിലോട്ട് ഏലക്കായുടെ പൊടിയും കൂടെ അങ്ങ് ഇടും. ഞാനൊന്ന് മധുരം ഒന്ന് നോക്കിക്കോട്ടെ. ഇനി കൈ എടുക്കാതെ വേണം ഇളക്കാനേ, എന്നുണ്ടെങ്കിൽ ഇതൊന്ന് പിരിയാൻ ചാൻസ് ഉണ്ട്. ചൂടോടല്ലേ നമ്മൾ ശർക്കരയും ഒഴിച്ചതിൻ്റെ അകത്തിലോട്ടല്ലയോ ആ പാൽ ഒഴിച്ചത്. അതുകൊണ്ട് ഞാനൊന്ന് മധുരം ഒന്ന് നോക്കിക്കോട്ടെ. മധുരമൊക്കെ കറക്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്തിലോട്ട് ഒരു നുള്ളു ഉപ്പും ഇടാൻ പോവാണേ. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കൂടി കാണുന്നത് വരെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.